മോചനത്തിനായി ഏറെ പ്രയത്നിച്ച ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ബോബി ചെമ്മണ്ണൂരും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. കേരള ജനത വീണ്ടും റഹീമിന് ഒരു ജീവൻ തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. രണ്ടാം ജന്മമാണ്. ഇതിനവസരമായിരിക്കുക എല്ലാ മലയാളികളോടും കൂടെ നിന്ന് എല്ലാവരോടും പ്രത്യേകം നന്ദി മാത്രമേ പറയാനുള്ളൂ. അതെ, അതൊരു ഭാഗ്യം, ഒരു നിമിത്തമായിട്ട് കരുതുന്നു. എല്ലാം സൃഷ്ടാവിന്റെ. തീർച്ചയായിട്ടും അതിൽ സന്തോഷമുണ്ട് മുന്നിട്ട് ഇറങ്ങാൻ സാധിച്ചതില്. പക്ഷെ ഞാൻ ഇറങ്ങിയോണ്ട് മാത്രമല്ല, എല്ലാവരും മലയാളികൾ സഹകരിച്ച് ഒരുമിച്ച് ഇറങ്ങി പ്രവർത്തിച്ചു. ഇവിടുത്തെ റഹീം നിയമസഹായ കമ്മിറ്റി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. ഇത് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു വ്യക്തിക്ക് വേണ്ടി 40 കോടി രൂപയിലധികം പിരിച്ചിട്ടുള്ള സ്റ്റേറ്റ് ലോകത്ത് ആദ്യമായിരിക്കും. അതിൽ സന്തോഷമുണ്ട്. ഉമ്മയ്ക്ക് കൊടുത്ത വാക്ക് നമ്മൾ എല്ലാവരും കൂടെ പാലിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും കൂടെ പാലിക്കുകയാണ്. ജീവനോടുണ്ടോ? അമ്പോ രാഹുൽ കെ വിവരങ്ങളുമായി ചേർന്നു. രാഹുൽ, വികാരനിർഭരമായ രംഗങ്ങളാണ്. ഇതിനെ നമ്മൾ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവുന്നതാണോ എന്ന് പോലും സംശയം തോന്നിപ്പോകുന്നു. 20 വർഷത്തിന് ശേഷം ഒരു ഉമ്മ മകനെ ചേർത്ത് പിടിക്കുന്ന ദൃശ്യങ്ങൾ, അതും 20 വർഷത്തെ നരകയാതനകൾ, ആശങ്കകൾ, ആകുലതകൾ, പേടികൾ, ഇതിനൊക്കെ ഒടുവിൽ വന്നെത്തിയതാണ് ആ മകൻ. വിവരങ്ങൾ പങ്കുവയ്ക്കൂ രാഹുൽ. മോദി വീട്ടിലെന്ന് പറയുന്നത് ഉത്സവാന്തരീക്ഷമാണ്. ഉത്സവാന്തരീക്ഷം എന്ന് പറഞ്ഞാൽ പോരാ, അതിന് മുകളിലുള്ള അത്രയും ആനന്ദം നൽകുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് ആളുകളാണ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. ആളുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഈ അനൗൺസ്മെന്റ് ഒക്കെ തന്നെ ഉള്ളത്. അതായത് ഒരു സാധാരണ ഒരു ഗ്രാമത്തിലുള്ള ഒരു വീട്ടുമുറ്റത്ത് ഇതുപോലുള്ളൊരു അനൗൺസ്മെന്റ് വെച്ച് ആളുകളെ നിയന്ത്രിക്കേണ്ടി വരിക എന്നതൊക്കെ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു നിമിഷമായി ഇത് മാറി എന്നതിന്റെ തെളിവ് കൂടിയാണ്. ഏതായാലും അബ്ദുൾ റഹീം, നമ്മളെ ഈ വർഷങ്ങളായി പറയുന്നത് പോലെ അബ്ദുൾ റഹീം വീട്ടിലേക്ക് എത്തി. അമ്മയെ കണ്ടിട്ടുണ്ട്, ഉമ്മയെ കണ്ടിട്ടുണ്ട്. പഴയ വീട്ടിലാണ്. ഇവിടെ നിന്ന് താമസം മാറിയതാണ്. പുതിയ വീട് തൊട്ട് മുമ്പിലായി തന്നെയുണ്ട്. പക്ഷേ അവർ നിന്നത്, റഹീമിനെ കാത്തു നിന്നത്, റഹീം എവിടെ നിന്നാണോ ജോലിക്ക് വേണ്ടി സൗദിയിലേക്ക് പോയത് അതേ വീട്ടിലാണ്. അങ്ങോട്ടേക്ക് റഹീം വരികയും അമ്മയെ കാണുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ബോബി ചെമ്മണ്ണൂർ, ഈ ധനസമാഹരണത്തിനടക്കം നിർണായക റോൾ വഹിച്ച ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ കാണുന്നതിന് വേണ്ടി കുറച്ച് ആളുകൾ അധികമായി വന്ന് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും അത്യന്തം സന്തോഷകരമായ അത്രയും നല്ലൊരു മുഹൂർത്തത്തിലൂടെയാണ് വീട് കടന്നു പോകുന്നത്. 2 പതിറ്റാണ്ടിന് ശേഷം, അതായത് തിരികെ എത്തുമെന്ന് പോലും ഉറപ്പില്ലാതെ പോയിരുന്ന ഒരു മകൻ വീട്ടിലേക്ക് വന്ന് അമ്മയെ കാണുകയാണ്. വധശിക്ഷ വിധിക്കപ്പെട്ട ഒരു മകനാണ്. സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൊലപാതക കേസിൽ അറസ്റ്റിലാവുകയും വധശിക്ഷയ്ക്ക് അവിടുത്തെ കോടതി ശിക്ഷിക്കുകയും ചെയ്ത ഒരു മകനാണ്. പിന്നീട് വധശിക്ഷ റദ്ദാവുകയും സൗദി ബാലന്റെ കുടുംബത്തിന് 34 കോടി രൂപ, സാധാരണ ചിന്തിക്കാൻ പോലും, ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനും അപ്പുറമുള്ള തുക 34 കോടി രൂപ മലയാളികൾ ഒന്നായി ചേർന്ന് സമാഹരിച്ച് കൈമാറി നിര്യാതനമായി നൽകി. ആ കുടുംബവുമായി ബന്ധപ്പെട്ട കേസുമെല്ലാം അവസാനിച്ചത്. പിന്നീട്
അദ്ദേഹത്തിന്റെ ജയിൽ മോചന ഉത്തരവ് കഴിഞ്ഞ ദിവസം വന്നു. അപ്പോൾ മുതൽ ഈ ബലിപെരുന്നാൾ ദിനത്തിലെങ്കിലും മകനെ കാണാൻ കഴിയണമെന്നായി അമ്മയുടെയും കുടുംബത്തിന്റെയും പ്രതികരണം. അത് പക്ഷെ പുറത്തുള്ള ആളുകളോട് സംസാരിക്കാൻ പോലും, മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോലും അമ്മ കൂട്ടാക്കിയില്ല എന്നതാണ്. അപ്പോൾ ഏതായാലും മകൻ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്, നാടണഞ്ഞിരിക്കുകയാണ്. അമ്മയുടെ വാത്സല്യത്തിലേക്ക് 20 വർഷത്തിന് ശേഷം, 2 പതിറ്റാണ്ടിന് ശേഷം മകൻ തിരികെ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷമാണ്. അബ്ദുൾ റഹീമിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ട്, ഒപ്പം തന്നെ നാട്ടുകാരുണ്ട്. റഹീമിനെ അന്ന് യാത്രയാക്കിയ സുഹൃത്തുക്കളും കൂട്ടുകാരും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ അതിമനോഹരമായ അത്യന്തരം ഉത്സവാന്തരീക്ഷത്തിലാണ് ഏതായാലും ഈ വീട് കോടമ്പുഴ എന്ന നാട് കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. വലിയ തിരക്ക് തന്നെയാണ് ഏതായാലും ഈ മേഖലയിലുള്ള സ്ഥലത്തൊക്കെ ഉള്ളത്. പോലീസ് വന്ന ഈ പുറത്തെ റോഡ് എന്ന് പറയുന്നത് ഗതാഗത നിയന്ത്രണമടക്കം ഏൽപ്പിക്കുകയും ചെയ്യും. മൈക്കിലല്ലേ ഗതാഗത നിയന്ത്രണം ഒക്കെ തന്നെ. ഏതായാലും ഇത്രയും മനോഹരമായ ദൃശ്യങ്ങളാണ്. മൊത്തം വലിയ തിരക്കാണ്, കണ്ടില്ലേ? ആളുകൾ അവിടെ നിന്ന് മാറണം, മാധ്യമങ്ങളും മാറണം എന്നടക്കം തന്നെയാണ്.